ദിവസം ഒരു ഭയങ്കര മഴ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കാറിൻ്റെ അകത്ത് അപ്പം ഞാനുണ്ട്, ലാലേട്ടനുണ്ട്. ഷൂട്ട് ഇങ്ങനെ മുടങ്ങി നിൽക്കും. ഞാൻ നോക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. ഇങ്ങനെ പോയ സമയത്ത് പുള്ളി വെറുതെ ഇങ്ങനെ കൈയൊന്ന് ചെക്ക് ചെയ്തപ്പം പുള്ളിനെ ട്രോളിക്കൊണ്ടൊരു പോസ്റ്റാണ്. ഞാൻ ഇവനോട് എന്ത് ചെയ്തു? അപ്പം ഞാൻ ഈ താടി ഇങ്ങനെ വെച്ചിട്ടൊരു ടീസർ ചെയ്യണം. തരുൺ ഇങ്ങനെ ഒരു സീനാണ് എടുക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ട്രോളുന്നു, നമുക്കും ട്രോൾ ചെയ്യേക്കാം. എല്ലാവരും ലാൽ സാറിന് വെച്ച് പടം ചെയ്യാൻ വരുമ്പോൾ ഒട്ടുമിക്ക ഡയറക്ടേഴ്സിനും പറ്റുന്നത് എന്ന് പറയുന്നത് ലാൽ സാറിന് വേണ്ടിയിട്ട് അവർ മാറും. തരുണിൻ്റെ സിനിമകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തരുണിൻ്റെ വേ ഓഫ് ഫിലിം മേക്കിങ്ങും പ്രോസസ്സും ഒക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ തരുണിൻ്റെ സ്പേസിൽ ലാൽ സാറിനെ കൊണ്ട് നിർത്തിയാൽ മതി. ലാൽ സാറിന് വേണ്ടി തരുൺ മാറാൻ നിൽക്കേണ്ട. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്യിക്കുക എന്നുള്ള. അപ്പം പനിയും കൂടി ഉണ്ട് ആ സമയത്ത്. അപ്പം ഞാൻ നോക്കുമ്പം മഴയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഗൂഗിളിൻ്റെ അകത്ത് തപ്പി നോക്കുകയാണ് ലാലേട്ടൻ. ഫസ്റ്റ് ഗൂഗിൾ അടിച്ചു കൊടുത്ത് ടേക്ക് റെസ്റ്റ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പം ടേക്ക് റെസ്റ്റ് എന്നാ പറയണേ. ഇതുവരെയും ലാൽ സാറിനൊപ്പം കാണാത്ത കോമ്പിനേഷൻ. അപ്പം അങ്ങനെ ഞങ്ങൾ ജ്യോതികയാണ് എങ്ങനെ ഉണ്ടാവുന്നല്ലോ ചോദിച്ചു. ഞാൻ തിരിച്ചു പോരും പറഞ്ഞു എല്ലാം ഓക്കെ, ജ്യോതിക കണക്ഷൻ അല്ലെങ്കിൽ സൂര്യ സാറിൻ്റെ സപ്പോർട്ടൊക്കെ നമുക്ക് ഓക്കെയാണ്. പക്ഷേ എന്നാലും മലയാളി കാണാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാൽ ശോഭനയല്ലേ. ആക്ച്വലി ശോഭന മാം സർപ്രൈസ് പൊട്ടിച്ചതും ശോഭന മാമാണ്. ഞങ്ങളിങ്ങനെ ഭയങ്കര രഹസ്യമായിട്ട് ഫസ്റ്റ് ഡേ റിലീസിൻ്റെ അന്ന് മാമിൻ്റെ പോസ്റ്റർ വിട്ടിട്ട് ചെയ്യാമെന്നുള്ളൊരു മൂഡിലൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ശോഭന മാലൂസിൻ്റെ എനിക്ക് മെസ്സേജ് ചെക്ക് മൈ ഇൻസ്റ്റാഗ്രാം. സ്പെഷ്യലി തരുൺ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ എഡിറ്റർ അല്ലേ? അതെ, ഞാൻ എപ്പോഴും നിൻ്റെ വർഷമാണ് ഇനി 10 വർഷങ്ങൾ എഡിറ്റിൽ. നീ അത് വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും നിഷാനോടൊക്കെ പറയാറുണ്ടാകും. നിഷാദ് അത്രയേറെ എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് ആ രാത്രിയിൽ ലാലേട്ടനൊപ്പം അഭിനയിച്ച് എന്താ പറയുക, ഇത് കഴിഞ്ഞ ദിവസം ഏറ്റവും ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീമിൽ കണ്ടൊരു മനുഷ്യൻ അന്ന് രാത്രിയിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഷഫീഖ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് എഡിറ്റ് ചെയ്യാൻ വന്നൊരു പയ്യനുണ്ട്. അപ്പം നിഷാദ് നോർമലി ഈ സ്പോട്ട് എഡിറ്റർമാരുടെ എഡിറ്റ് കാണാറില്ല. തിരിച്ച് പോകാമെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഹെഡ്സെറ്റും വെച്ചിരുന്നു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെനിക്ക് കൗതുകമുള്ളൊരു കാര്യം. ഞാൻ ഇതുവരെയും നിഷാദ് വേറൊരാൾ എഡിറ്റ് ചെയ്യുന്നത് ഇത്ര കൗതുകത്തോടുകൂടി ഇരുന്ന് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു വന്നതിന് ശേഷം എൻ്റെ ഇടയ്ക്കിൽ വന്ന് പറഞ്ഞു എൻ്റെ പണിയൊക്കെ എളുപ്പമാണ് വെച്ചാൽ ഞാൻ പിടിക്കണം അതേ മീറ്റർ ആവാൻ പിടിച്ചേക്കണേന്ന് പറഞ്ഞു. അവൻ എന്നോട് ഞാൻ പോയാൽ ഇവനെ കൊണ്ട് ചെയ്യിച്ചോളൂ എന്ന് പറയുന്ന പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടിയെന്ന് എന്നോടും പറഞ്ഞു ഇതെന്ന്.